ഒരു യാത്ര പോകാമെന്ന് ആലോചിക്കുകയായിരുന്നു. ഹിമാലയത്തിലേക്ക് പോവാം ഒരു സോളോ ട്രിപ്പ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, നല്ല തിരക്കാണ്, നല്ല കാശും വേണം. അപ്പോഴാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ എന്തോരം സ്ഥലങ്ങളുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. യാത്ര പോകുമ്പോൾ വെറുതെ അങ്ങ് പോയാൽ പോരല്ലോ, അവിടെ പാട്ട് വേണം, കൂട്ട് വേണം, എല്ലാം വേണം. അത്തരത്തിൽ കുറച്ച് ആളുകൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ യാത്ര പോകുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഈ കാരവനിലാണ്. ഒരു സൂപ്പർ കാരവനാണ് ഇത് കേട്ടോ. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കാരവൻ, അതിലാണ് നമ്മൾ യാത്ര പോകുന്നത്. യാത്ര പോകുമ്പോൾ ഒരു കൂട്ട് വേണം, അതിന് പാട്ട് വേണം, എല്ലാം കൂടി ചേർന്ന ഒരു അതിഥി കൂടി എന്നോടൊപ്പം ഉണ്ട്. നമ്മുടെ സ്വന്തം ഹരിശങ്കർ. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വീണ്ടും നമ്മൾ ഹരിയുമായി യാത്ര പോവാണ്. ഇന്ന് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇതൊരു ട്രിപ്പാണ്. ഇന്റർവ്യൂ ഒന്നല്ല, പാട്ടുണ്ട്, കൂട്ടുണ്ട്, കുറച്ച് സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് കുറച്ച് വേണ്ടി. അല്ല, ഇത് ഞാൻ കണ്ടപ്പോഴേ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അപ്പൊ എന്തായാലും പുറപ്പെടാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സൂപ്പർ അല്ലേ? നമ്മൾ പോകുന്നത് പൊന്മുടിക്കാണ്. പൊന്മുടി എന്തായാലും ഭയങ്കര രസം. ഇത് ഇത്രയും സീറ്റിങ്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ സെറ്റപ്പ് സംവിധാനമുണ്ട്, ബാത്റൂം ഉണ്ട്. കാരവന്റെ ഒരു സങ്കല്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ഒരു സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ പോയി നമുക്ക് താമസിച്ച് ആ സ്ഥലം കാണാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ പൊന്മുടിയിലേക്ക് യാത്ര പോവുകയാണ്. പൊന്മുടിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ലാസ്റ്റ് പൊന്മുടി വന്നത് ഒരു സോങ്ങിന്റെ ഷൂട്ടിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ടോപ്പിലൊക്കെ പോയി നല്ല കോടയില് ഒരു കവർ സോങ് ഷൂട്ടായിരുന്നു. പക്ഷെ അതൊരു 4-5 വർഷമായി. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ പൊന്മുടിയിൽ പോകുന്നത്. അത് റിപ്പോർട്ടറിന്റെ കൂടെ നന്നായി. ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാ ചാനലുകാരും ദയവ് ഇത് ഫോളോ ചെയ്യുക. അതുപോലത്തെ കാരവനൊക്കെ വിളിച്ച് നല്ലതായിരിക്കും അല്ലേ? നല്ല സെറ്റപ്പിൽ കൊണ്ടുപോവുക. ഓണം സ്പെഷ്യൽ ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. പുതിയ വർക്കൊക്കെ എന്താണ്? ഓക്കെ, ഏറ്റവും പുതിയ വർക്ക് ഇപ്പം ടോബി ചെയ്യുന്ന ARM അജയന്റെ 2ാം മോഷണം. അതില് ഒറ്റ സോങ് ഇറങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ പാടിയ പാട്ടാണ്. കിളിയ എന്നാണ് ആ സോങ്ങിന്റെ പേര്. അത് അത്യാവശ്യം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ കാര്യം അതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ജിതിൻ ലാലിന്റെ മൂവി, അത് അവന് ഞാൻ വളരെ വർഷത്തെ ബന്ധമാണ്. അവൻ ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. ഈ പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങിയാലോ? ട്രിപ്പിനൊരു മൂഡ് വരണ്ടേ? എന്നാലും ഒരു ഓണപ്പാട്ട് വെച്ച് എന്നാലും മതി. പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി. പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി. തെയ്യാരത്തുഴ വീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തുടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതോ. ഇതെന്റെ ഒരു പാട്ടാണ്. വർണ്ണം എന്ന് പറഞ്ഞൊരു ആൽബം ആയിരുന്നു. അപ്പൊ മ്യൂസിക് ചെയ്തിരിക്കുന്ന എന്റെ ഫ്രണ്ട് ജോബിയാണ്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ ഓണത്തിനും ഈ പാട്ട് ഇങ്ങനെ റീല് വഴി പ്രൊമോട്ട് ആവാറുണ്ട്. അതെ, അത് ഷാൻ റഹ്മാന്റെ ഞാൻ പാടിയൊരു പാട്ടിനായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. നല്ലൊരു പാട്ടായിരുന്നു. എന്തായാലും നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ ഈ കാരവനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ അതിനെ കുറിച്ച് ആക്ച്വലി കാരവൻ അപ്പം നമുക്ക് ഒഫീഷ്യലി ആർക്ക് വേണോ യൂസ് ചെയ്യാം. ഇത് സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റിയ ഒരാൾ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ വരും, നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ. സൂപ്പറാണ് കേട്ടോ അല്ലേ? നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ്? നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്, കൺട്രീസിലൊക്കെ.
ഇങ്ങനെ ഒരു പ്രൊജക്ട് എന്തുകൊണ്ടാണ് സർക്കാർ പ്ലാൻ ചെയ്തത്? നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസ സൗകര്യങ്ങൾ എത്രത്തോളം ഇല്ല പലയിടത്തും. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, കോവിഡ് ഘട്ടത്തിലായിരുന്നല്ലോ നമ്മുടെ ഗവൺമെൻറ് വന്നത്. യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ല ആ സമയം? കോവിഡ് കുറഞ്ഞെങ്കിൽ യാത്ര ചെയ്യാനുള്ളൊരു ഭയങ്കര പേടിയുണ്ട്. അധികം ആളുകൾ കുടുംബമായിട്ട് ഒക്കെ യാത്ര ചെയ്യാം. അപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകൾ വരാൻ ഇങ്ങനെയൊരു കൺസെപ്റ്റ് നല്ലതാണ്. യാത്ര, സുരക്ഷിതമായ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു നില ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ ഫാമിലി ആളുകളാണോ കൂടുതലും ഇങ്ങനെ ബുക്ക് ചെയ്യും? ഫാമിലി ആളുകൾ മാത്രമല്ല, ഫ്രണ്ട്സൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ചില തടസ്സങ്ങളുണ്ട്, അത് മാറ്റണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്താൽ ബെസ്റ്റാവും. കുറച്ചുകൂടി കാരവൺ പാർക്കുകൾ വരണം. പിന്നെ ഒക്കെ ഇങ്ങനത്തെ വലിയ വണ്ടി വേണമെന്നില്ല, ചെറിയ 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 കാരവണുകളുണ്ട്, ചെറിയ വഴികളിലൂടെ പോകാൻ പറ്റുന്നത്. അങ്ങനത്തെ കാരവണാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൂടി ഇപ്പോൾ നമ്മൾ ഒരു കാരവൺ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവരും. മിനിസ്റ്റർ ഇങ്ങനെ പുറത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തോന്നിയത് ഏതാ? ഞാൻ ടൂറിസം മന്ത്രിമാർക്ക് സാധാരണ നന്നായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഞാനത് അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 10-15 കൊല്ലത്തെ ടൂറിസം മന്ത്രിമാരുടെ യാത്ര പരിശോധിച്ചാൽ ഞാൻ അത്ര മുന്നിലല്ല. പക്ഷേ കുറേയേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പോയ സ്ഥലങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദുബായ് ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുറച്ചുകൂടി ക്ലീൻ ആണെന്ന് തോന്നുന്നു അവിടെയൊക്കെ. നമ്മളും നല്ല ക്ലീനാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ജനങ്ങൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നുള്ള ഒരു കടലാസ് പോലും നിലത്തിടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളവിടെ ഒരു പ്രശ്നമില്ല. കടലാസ് തുടങ്ങിയിട്ട് പിന്നെ കൈ കിട്ടുന്ന എന്തും നിലത്തിടും. അതൊരു വലിയ കുറ്റവും തെറ്റായിട്ടാണ്. നമ്മളൊരു കൾച്ചർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഹരിയും കുറെയൊക്കെ യാത്ര ചെയ്യുന്ന എനിക്ക് ഈ പറഞ്ഞ പോലെ ഷോസിന് വേണ്ടി ലാസ്റ്റ് വിയന്നയിലായിരുന്നു പോയത്. അതൊരു ബേസിക് ആണ് അവിടുത്തെ. എല്ലാവരും അവരവരുടെ സ്വന്തം വീട് പോലെയാണ് എന്താണെങ്കിലും നോക്കുന്നതും. ടൂറിസ്റ്റുകൾ, അതിഥികളും അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ജനങ്ങൾ ആതിഥേയ മര്യാദയോടെ സ്വീകരിക്കുന്നവരാകും. അത് തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവണം. എന്നാലേ പിന്നെ ആള് വരും. ആ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്താലും ജന്മത്ത് പിന്നെ വരില്ല. ഒരു തവണ വന്നെടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഈ കോവിഡിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ടൂറിസം മെച്ചപ്പെട്ടില്ലേ? ടൂറിസം മെച്ചപ്പെട്ടു. നമുക്ക് ഇനി അടിമുടി മാറ്റം ഇനിയും വരണം. നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം. കേരളത്തിന്റെ ഭാവി ടൂറിസമാണ്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധി ഉണ്ട്. അപ്പം അതിന് നമ്മളാകെ ഒരു മാറ്റം വരുത്തണം. നമുക്കിപ്പോൾ കേരളത്തിൽ പോകാൻ പറ്റാത്തൊരു ഇടമില്ല. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇത്ര ചെറിയൊരു സ്റ്റേറ്റിൽ കടലുണ്ട്, കായലുണ്ട്, പുഴയുണ്ട്, മലയോരം ഒക്കെ ഉണ്ട്, പിന്നെ ഇടനാടുകൾ, ഇങ്ങനെ എല്ലാ കോമ്പിനേഷനുമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ജനങ്ങൾ ടൂറിസത്തിലെ ഒരു വെൽക്കമിങ് നേച്ചറോടുകൂടി ടൂറിസ്റ്റുകളെ കാണുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മിനിസ്റ്റർ നന്നായി സിനിമ കാണുന്ന, പാട്ടൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് ഹരി. ഹരിയുടെ പാട്ടുകളൊക്കെ പിന്നെ ഞാൻ 2-3 പരിപാടിയിൽ മുമ്പിലിരുന്ന് പാട്ട് കേട്ടാ. ഞങ്ങൾ അങ്ങനെ കാണാറുണ്ട്. പാട്ട് കേട്ടാണ്. മിനിസ്റ്റർ ഏത് കൈൻഡ് ഓഫ് പാട്ടുകളാ കേൾക്കുക? ഞാൻ കേൾക്കുന്ന പാട്ട് കേട്ടങ്ങൾ ഞെട്ടു. ഞാൻ മൈക്കിൾ ജാക്സൺ മുതൽ മഡോണ മുതൽ എല്ലാം ഓരോ ടൈപ്പ് സ്പീഡ് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്, സ്ലോ ഇഷ്ടമാണ്. ഇപ്പോൾ ചെറുപ്പത്തിലേ കേട്ട ചില പാട്ടുകളുണ്ട്. ഒന്ന് പഞ്ചാഗ്നിയിലെ സാഗരങ്ങളെ, അതിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഴയത്ത് മുമ്പേലെ എന്തിനു വേറൊരു സൂര്യോദയം, അതെനിക്കിഷ്ടമാണ്. പിന്നെ റസൂലേ നിൻ വളരെ പഴയത് 80s തുടക്കം, അതെനിക്കിഷ്ടമാണ്. പിന്നെ ഇന്നലകളെ എന്നിട്ടുള്ള പാടാൻ അറിയില്ല, പറയാനറിയില്ല, അത് ഇഷ്ടമാണ്. പിന്നെ പവിഴമഴ പാട്ട് ആസ്വദിക്കാന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് ഇന്ന് യാത്രയിലും ഒരു 6 പാട്ടെങ്കിലും കേട്ടു. 6 യാത്രയിൽ പാട്ടുകൾ, അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ഉള്ള ശീലം. യാത്രയിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കും. അത് കേട്ട പാട്ടായിക്കോട്ടെ പിന്നെയും കേൾക്കാം. പുതിയ സിനിമയിലെ പാട്ടിനേക്കാൾ എനിക്ക് ഒരു 90s മലയാളം പാട്ട് ഭയങ്കര ഇഷ്ടം. അതെ അതെ. വൈശാഖ സന്ധ്യ, നാടോടിക്കാറ്റ്, 80കളുടെ അവസാനം, ഇസൈനസ് അബ്ദുള്ള, ധ്വനി, അതിലൊക്കെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്റെ പാട്ട് ആദ്യം തുടങ്ങാം. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം, ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം, സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകും ശ്യാമമേഘങ്ങളും, പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവ
മനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ഏതായാലും നമ്മൾ പുറത്ത് മഴയാണ്, നമ്മുടെ ഈ ട്രിപ്പിന് പറ്റിയൊരു പാട്ടായിരുന്നു അല്ലേ? നല്ല രസാ പാട്ട്. മിസ്റ്റർ ഒരുവിധം എല്ലാ സിനിമയും കാണുന്ന ഒരാളാണല്ലേ? സിനിമ ഒരുവിധമൊക്കെ കാണും. ഇപ്പം ഈ സിനിമയില് ഏതൊക്കെ ഇപ്പോഴും ഞാൻ സിനിമാ തിയേറ്ററിൽ പോയിട്ടാണ് കാണാറ്. സിനിമാ തിയേറ്ററിൽ രാത്രി സെക്കൻഡ് ഷോ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ഒരുപാട് തിയേറ്ററിൽ രാത്രി ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ പോയി റിലീസ് ചെയ്ത സമയത്ത് ഒഴിവ് കിട്ടിയാൽ പോയി കാണും. ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാൻ കനവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ. ഈ പാട്ട് 4 വരെ അറിയാവുള്ളൂ. ശ്രീ, നമ്മളിപ്പം വയനാടിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ അങ്ങനെ ഓണം ഒന്നും ആഘോഷിക്കുന്നില്ല. കലാകാരന്മാരൊക്കെ വയനാടല്ല, ചൂരൽമല. ഈ വയനാട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലേക്ക് ഇപ്പൊ ആള് വരണ്ടായി. ചൂരൽമല ദുരന്തം എന്നേ പറയൂ, വയനാട് ദുരന്തം എന്ന് പറയൂ. ഇപ്പൊ ഈ ഗൂഗിൾ ചെയ്ത് ആളുകൾ വയനാട് ദുരന്തം റിസോർട്ടൊക്കെ ബുക്കിംഗ് ഒഴിവാക്കുക. അതാണ് ഞങ്ങളിപ്പോ എന്റെ കേരളം എന്നും സുന്ദരം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങി. വയനാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന, കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ചൂരൽമല ദുരന്തം. അതാണ് ആ ഏരിയ മാത്രം. പക്ഷെ അത് ഇവിടെയും അതെ, പലരും പക്ഷേ റിസോർട്ട് ബുക്കിലൊക്കെ ക്യാൻസൽ ചെയ്യണം വയനാട്ടിലെ ബുക്കിംഗ്. വല്ലാത്തൊരു വിഷമമല്ല. വയനാട്ടിലൊരു 10-15 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എടുത്താലും ചൂരൽമലയല്ല, മറ്റ് കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പോൾ റിസോർട്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു. ഒന്ന് എന്റെ കേരളം എന്നും സുന്ദരം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, നിങ്ങളെയൊക്കെ സഹായം വേണ്ടി വരും, ഞാൻ പറയാം. ആ ഹാഷ്ടാഗിൽ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. മറ്റ് സ്റ്റേറ്റുകളിലെ ന്യൂസ് പേപ്പറിലൊക്കെ വയനാട് ടൂറിസത്തിൻ്റെ പ്രത്യേക പരസ്യം കൊടുക്കുന്നുണ്ട്. അത് FM-ൽ കൊടുക്കുന്നുണ്ട്, സിനിമാ തിയേറ്ററിൽ സ്ലൈഡ് കൊടുക്കുന്നുണ്ട്. വിദേശത്തുള്ള മലയാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാസ് പ്രചരണം. ലണ്ടനിൽ നമ്മുടെ ബസ് ഹിറ്റ് ഇനി അത് നമ്മൾ മറ്റു സ്ഥലത്തും കൂടി കൊണ്ടുവരാൻ നോക്കുന്നു. അത് മലയാളികൾക്കും വലിയ അവിടെ നിന്ന് പലരും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ എവിടെയും കൂടി ഒന്ന് വേണം ഒക്കെ പറഞ്ഞ നല്ല ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് പ്രസ്റ്റീജ് ആയിട്ട് അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഹരി ഒരു പാട്ട് പാടുക. അപ്പോൾ ഇത് ARM എൻ്റെ ഏറ്റവും പുതിയ റിലീസാണ്. അപ്പം മിനിസ്റ്റർ കേട്ടിട്ടില്ലായിരിക്കും, ഞാൻ അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് ഒന്ന് പാടിത്തരാം. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. ഇങ്ങനെയാണ് ആ പാട്ടിന്റെ തുടക്കം. താങ്ക് യു. അപ്പൊ നമ്മള് സീറ്റ് ഒന്ന് മാറ്റി പിടിച്ചു. നല്ല രസമുണ്ട്. അതുപോലെ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിലേക്ക് ആളുകൾക്കുള്ള ഒരു അകലം കുറയ്ക്കണല്ലേ. ഈ കുറെ ചെറിയ ചെറിയ ഏരിയകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നില്ലേ ടൂറിസം? അതായത് കേരളത്തില് ഇപ്പൊ നിങ്ങളായാലും നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നാട്ടിലൊരു സ്ഥലം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥലം, പക്ഷെ അത് ലോകം അറിയുന്നില്ല. ലോകം പോട്ടെ, ആ ജില്ല പോലും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ എങ്ങനെയാണ് നമുക്ക് വളർത്തിക്കൊണ്ടുവരിക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് നിലവിൽ ഇതൊക്കെ കൂടി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിനാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി. അപ്പോൾ തദ്ദേശ വകുപ്പായിട്ടാണ് ആദ്യം 60% ഫണ്ട് ടൂറിസം വകുപ്പ് എടുക്കും. സ്ഥലം തദ്ദേശ വകുപ്പ് കാണിച്ചു തരണം, പഞ്ചായത്ത് കാണിച്ചു തരണം. 40% നിലവിലുള്ളതും പുതിയതൊക്കെ. അങ്ങനെ ഇപ്പോൾ 32 പദ്ധതി ആയിക്കഴിഞ്ഞു, 39 കോടി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 60% ആവുന്നുള്ളൂ. ഒരു 5 പദ്ധതിക്ക് ആവുന്നത് അങ്ങനെ കൂട്ടി വയ്ക്കിയാൽ നമുക്കൊരു ലാഭം വരുന്നത് കാണാം. പിന്നെ സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവരൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രവാസി വ്യവസായിയോ അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾ പറയും എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട്, ഞാൻ പണം മുടക്കിക്കോളാം, ഗവൺമെൻറ് സഹായിക്കണം, ജോയിൻ്റ് ആയിട്ട് ചെയ്യാം.
അപ്പോൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഇതൊരു തുടക്കമാണ്. ഇപ്പോൾ അത് നന്നായി വരുന്നുണ്ട്. ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. ഒരു മറ്റു കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, മൂന്നാർ, അതിന് പകരം അതൊക്കെ ഉണ്ടെങ്കിൽ സബായിട്ട് കുറേ ടൂറിസ്റ്റ് ആഭ്യന്തര ടൂറിസം നന്നായിട്ട് മാറും. ഈ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ വരുമ്പോൾ സാർ അതിനോട് ചേർന്ന് കുറേ അധികം ഇതുപോലെ കച്ചവടക്കാർ ആളുകൾ അവർക്കൊക്കെ നന്നായി ശ്രദ്ധിച്ചില്ല. ഇപ്പൊ അഡ്വഞ്ചർ ടൂറിസം ഒരു ബ്രേക്ക് ഇട്ട് അവിടെ എത്തും. അവിടെ ശ്രദ്ധിക്കുന്നില്ല. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഒരു മിനിസ്റ്ററും ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാളും, അതും ക്യാരവാനിൽ. അല്ല, നമ്മളെന്തൊരു ട്രിപ്പ് മോഡ് എന്നതാണ് വിളിച്ചത്. പൊന്മുടി ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പൊ നമ്മളൊരു വ്യത്യസ്തത വേണം തോന്നി. പൊന്മുടി അനന്ത സാധ്യതയുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് തന്നെ എല്ലാവരും കോവളം അല്ലെങ്കിൽ വർക്കല അല്ല ശംഖുമുഖം, യഥാർത്ഥത്തിൽ പൊന്മുടിക്ക് ഒരു അസാധ്യമായ ഒരു എന്താ പറയുക, നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസാണ് പൊന്മുടി. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാരവാൻ പാർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ പണി വരാൻ പോകുന്നു, PWD റെസ്റ്റ് ഹൗസ്. ഇതൊക്കെ കൂടി വരുമ്പോൾ പൊന്മുടി കളറാവും. പിന്നെ റോഡ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. സാർ എപ്പോഴും ഈ ചിലപ്പോഴൊക്കെ വരുന്ന പരാതികളെ ഈ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, അത് ഒന്ന് റോഡ്, 2 ബാത്റൂമില്ല, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെന്താന്ന് വെച്ചാൽ ഈ DTPCകളും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെയാണ് ബാത്റൂമിൻ്റെ നോക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബാത്റൂം മെയിൻ്റനൻസ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കുറച്ച് പുതിയ ബാത്റൂംസ് വരണം. അതാണ് ഇപ്പോൾ പൊതുവെ ആലോചിക്കുന്നത്. പിന്നെ റോഡ് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് പല വകുപ്പിൻ്റെ റോഡാണ്. ചിലത് PWD, ചിലത് LSTD, ചിലത് ഇറിഗേഷൻ, ചിലത് ഫിഷറീസ്, ചിലത് ഫോറസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ശ്രദ്ധ പൊതുവെ വേണം. പാട്ട് വേണം എന്നാലും ട്രിപ്പിന്. ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്കും വളരെ പ്രിയപ്പെട്ട പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയം, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ റിയാസ് മിസ്റ്ററിന് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. താങ്ക് യു. എത്ര വയസ്സിലെ പാട്ട്? ഞാൻ പാടി തുടങ്ങുന്നത് ഒരു 4-5 വയസ്സിൽ തുടങ്ങി. പക്ഷെ ഫിലിമിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 6-7 വർഷം അത്രയാണ്. ആദ്യത്തെ ഏതായിരുന്നു? ആദ്യം കൊച്ചിയിലെ സാഫല്യം എന്ന് പറഞ്ഞൊരു പടത്തിൽ, സുരേഷ് ഗോപിയുടെ മുരളിയില്ലേ, ഒരു കമ്മ്യൂണൽ ഹാർമണി, അങ്ങനത്തെ ഒരു പടമാണ്. ഓർമ്മശക്തി എങ്ങനെ സിനിമ? അടിപൊളി. ആദ്യത്തെ ഹിറ്റ് സോങ് ജീവാംശമായിരുന്നു. എല്ലാവരും അറിയപ്പെട്ട, എന്നാലും അതിനു മുമ്പ് പാടിയിരുന്നു വാനം ചായും അങ്ങനത്തെ പാട്ടിലൊക്കെ പാടിയിരുന്നു. പൃഥ്വിരാജിന്റെ അത് ഒരു ദ്വീപിലെ, അതെ ലക്ഷദ്വീപിലെ. അതുപോലെ ഇപ്പൊ ലക്ഷദ്വീപ് നമ്മുടെ വേറൊരു ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടി എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. ഞാൻ പോയിട്ടുണ്ട്. ആണല്ലേ? അതൊരു എന്താ പറയാ, അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലമാണ്. നമുക്കും അതുപോലെ ഈ ചെറിയ ചെറിയ ദ്വീപുകൾ പോലത്തെ പലയിടത്തും ഇല്ലേ നമുക്ക് ധർമ്മടത്തുരുത്ത്, പിന്നെ മിനി ഗോവ ഉണ്ട്. അതാണ് മിനി ഗോവ. മിനി ഗോവ എന്നിട്ട് ഒരു സ്ഥലമുണ്ട്. തുരുത്ത് ഇവിടെ കൊല്ലത്തുണ്ടല്ലോ, മൺട്രോത്തുരുത്ത്. അതിന്റെ പ്രൊജക്ട് ഉണ്ട്. തുരുത്ത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര മഴയായിരുന്നു, മഴ പെയ്തു. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തുരുത്ത് യാത്ര, ഭക്ഷണം കഴിക്കല്. ആളുകൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ളൊരു. ഞാൻ ഒരിടത്തും പോകാറില്ല. നമ്മളെന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താം കേട്ടോ. നല്ല വ്യൂ ആണ് അതെ മഴയത്ത്. എന്തൊരു വൈബാണല്ലേ ഈ കാഴ്ച എന്ന് പറയുന്നത്. കോടയൊക്കെ ഇറങ്ങി, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് പൊന്മുടി. ഇനിയിപ്പോൾ എന്താ സാർ പൊന്മുടിക്ക് വേണ്ടി? പൊന്മുടി ആക്സസിബിലിറ്റിയാണ് പ്രധാനം. തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന് എത്താൻ ഇപ്പോൾ റോഡുകൾ വീതി കൂട്ടുകയാണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ താമസ സൗകര്യം, ഇപ്പോൾ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്
യാഥാർത്ഥ്യമാകാൻ പോവാണ്. PWD റെസ്റ്റ് ഹൗസിൻ്റെ സ്ഥലമുണ്ട്. റെസ്റ്റ് ഹൗസ് നവീകരിച്ചു. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു കാരവൺ പാർക്കും വരാൻ പോകുന്നു. എന്തായാലും ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്തൊരു മനോഹരമായ കാഴ്ചയിലാണ് നമ്മൾ നല്ല ഗസ്റ്റുകളെ കിട്ടിയാലും അതിന്റെ ഒരു അതുകൊണ്ട് നല്ലൊരു പാട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഹരിയുടെ ഒരു പാട്ടിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ പൊന്മുടിയുടെ ഇത്രയും ഭംഗിയുള്ള കോട ഇറങ്ങിയ ഈ വൈകുന്നേരത്താണ് നമ്മൾ ഈ കാഴ്ച അവസാനിപ്പിക്കുന്നത്, ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. സൂപ്പർ. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടു, ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ഒരു അഡ്വഞ്ചർ ടൂറിസം ആയി പോയി അല്ലേ? അല്ല, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഇന്റർവ്യൂ അല്ല, ശരിക്കും നമ്മുടെ ഒരു ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ ടൂറിസം വകുപ്പ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കാരവൻ ടൂറിസം ഉൾപ്പെടെ ഏതായാലും ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ മിനിസ്റ്റർ. ആശംസകൾ. താങ്ക് യു.